പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഒരു വചനം ഈ സമയം നമുക്ക് ധ്യാനിക്കാം. 1 കൊരിന്ത്യർ 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റുള്ളവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. ഹല്ലേലൂയ. നമ്മൾ ഈ ക്രിസ്മസ് ദിവസങ്ങളിലും അല്ലെങ്കിൽ വർഷ അവസാന ദിവസങ്ങളിലേക്കും അല്ലെങ്കിൽ പുതുവർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചു. അത് ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. അപ്പൊ ദൈവങ്ങളെ, ഈ ക്രിസ്മസ് ദിനത്തില് ഞാൻ എന്നുള്ള അവസ്ഥ നമ്മൾ മാറ്റിക്കൊണ്ട് ഒരു പുൽക്കൂട് അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവാൻ, ഇന്ന് പുൽക്കൂടുകൾ ഉണ്ടാക്കിയെടുക്കാനും പുൽക്കൂട് മേടിച്ച് ഫിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ സാന്താക്ലോസ്, ക്രിസ്മസ് ട്രീ, കരോള് എന്ന് വേണ്ട, ഇന്ന് ഭയങ്കര തിടുക്കം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വലിയ തിടുക്കങ്ങൾ നമ്മൾ കാണിച്ചു. പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനൊക്കെ വേണ്ടി എവിടേക്ക് ബോണത്താലം മുതൽ അങ്ങനെ പലവിധ നത്താരകളും അല്ലെങ്കിൽ പലവിധ കരോൾ രൂപങ്ങളും ഭാവങ്ങളും സിനിമ പാട്ട് പാരഡി ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ തനിയെ വേറെ തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ശക്തി പറയാൻ എനിക്ക് തോന്നാറുണ്ട്, ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണാവോ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഇത്രമാത്രം ആഘോഷിക്കാൻ ഒരു പുൽക്കൂടിൽ കടന്ന് ലോകരക്ഷകനായി ജനിച്ച് അല്ലെങ്കിൽ AD എന്നും BC എന്നും അല്ലെങ്കിൽ BC എന്നും AD എന്നും ഒക്കെ രണ്ടായി തിരിച്ച് അത്രമാത്രം ചെറുതായിക്കൊണ്ട് ഞാനെന്നുള്ള അവസ്ഥയെ മാറ്റിക്കൊണ്ട് ഒരേ സമയം ദൈവപുത്രനായിരുന്നിട്ട് പോലും അവൻ മനുഷ്യ രൂപത്തിൽ പിറന്ന് കാലിത്തൊഴുത്തിൽ ജനിച്ചുകൊണ്ട് മൂന്നാണികൾ തറയ്ക്കപ്പെട്ട് കുന്തത്താൽ കുത്തപ്പെട്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങിക്കിടന്ന് ഇന്ന് സ്വർഗത്തിലായിരുന്നു കൊണ്ടും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ടും ഈ സഭയെ ശക്തിപ്പെടുത്തുമ്പോൾ മനുഷ്യൻ തൻ്റെ ശക്തി, ബുദ്ധി, പവർ ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവതയെ അതെങ്ങനെയൊക്കെ കൊണ്ടുപോകണം, കോമ്പറ്റീഷൻ, ഒരു സ്പിരിറ്റ് ഇല്ലേ, ആരാണ് നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുക, എങ്ങനെയാണ് കലോത്സവം. അതുകൊണ്ട് മുക്കും മൂലയിലൊക്കെ പിള്ളേരെ ഡിസംബർ മാസം 1-ാം തീയതി ആവാൻ നോക്കിക്കൊണ്ടിരിക്കുക. മറ്റൊക്കെ ക്രിസ്മസിന് അവസാന ആഴ്ചകൾ വരാറ്. ഇത് ക്രിസ്മസ് തുടക്കം വരുമ്പോൾ തന്നെ മുക്കും മൂലയിലൊക്കെ ചെണ്ട കൊട്ടിക്കൊണ്ട് യേശുക്രിസ്തു പിറന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം തീയതി തന്നെ പിറന്നു എന്നുകൊണ്ട് അവർ നടക്കുക. അവർക്ക് വേണ്ടത് യേശുക്രിസ്തുവിന്റെ സന്ദേശം കൊടുക്കാനൊന്നുമില്ല. അവർക്ക് വേണ്ടത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, കുറച്ച് പൈസ അവർക്ക് കിട്ടണം. ക്ലബ്ബ്, അങ്ങനെ ചെറിയ ചെറിയ ക്ലബ്ബുകളൊക്കെ രൂപീകരിച്ചുകൊണ്ട്. എൻ്റെ ദൈവമക്കളെ, ഇന്ന് ഈ സാന്താക്ലോസുമാരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ മറ്റ് മതസ്ഥർക്ക് സമാധാനമാണോ ലഭിക്കുന്നത്, സന്തോഷമാണോ ലഭിക്കുന്നത്, അത് അവരുടെ മനസ്സിനകത്ത് ഉതുപ്പാണോ ഉണ്ടാകുന്നത്? ചിലപ്പോഴൊക്കെ അവർ ചിന്തിച്ചിരിക്കാം, ഈ ക്രിസ്മസിന്റെ ആഘോഷം ഇത് ഞങ്ങളുടെ മതത്തേക്കാൾ കൂടുതലായി മാറുന്നുണ്ടോ? ഇന്ന് മതത്തിന്റെ സ്പർദ്ധ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് വലിയവൻ, ആരാണ് കൂടുതലായി കാര്യങ്ങൾ കാണിക്കുകയാണ്, അവിടെ വെടിക്കെട്ടാണ് അതിനേക്കാൾ കൂടുതൽ വെടിക്കെട്ട് ഇവിടെ പോയിട്ടിരിക്കണം. അവിടെ നല്ല ബാൻഡ് സെറ്റ് ആണെങ്കിൽ ഇവിടെ അതിനേക്കാൾ നല്ല ബാൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അവിടെ നല്ല കരോൾ ആണെങ്കിൽ ഇവിടെ അതിനേക്കാൾ നല്ല കരോൾ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിക്കണം. ഇങ്ങനെ നമ്മുടെ ഭവനം പണി വലുതാക്കുന്ന പോലെ, വാഹനങ്ങൾ മേടിച്ചു കൂട്ടുന്നത് പോലെ തന്നെ, സാമഗ്രികൾ മേടിച്ചു കൂട്ടുന്ന പോലെ നമ്മൾ ആഘോഷങ്ങൾ, അമ്പ് പെരുന്നാൾ പോലെ ആഘോഷങ്ങൾ അത് തിമിർത്തുകൊണ്ടിരിക്കുക. ഇതിലൂടെ ക്രിസ്തു മഹത്വപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് വേദനിക്കുന്ന ലോകത്തിന്റെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് ക്രിസ്മസ് കരോളുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ദേവാലയങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ചില സ്റ്റേറ്റുകൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, സ്കൂളാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് പല വിധത്തിൽ കിംവദന്തികളും ഒപ്പം യാഥാർത്ഥ്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് പല സ്ഥലങ്ങളിലും ഈ ക്രിസ്മസ് ആഘോഷം കാരണം പലരുടെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
സമാധാനം കൊടുക്കാൻ ദൈവപുത്രൻ വന്നു. ഞാൻ നിനക്ക് തരുന്ന സമാധാനം ലോകം തരുന്ന പോലെയുള്ള ഒരു സമാധാനമല്ല, മറിച്ച് അത് എന്നേക്കുമുള്ള ഒരു സമാധാനമാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സന്മനസ് അല്ലെങ്കിൽ യഥാർത്ഥ ദൈവം കൊടുക്കുന്ന സമാധാനം കൊടുക്കാനാണ് ഞാനും നിങ്ങളും ഈ കരോളുകളും ഈ നൃത്തച്ചുവടുകളൊക്കെ ഉണ്ടാകുന്നത്. അതോ മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്ത് ഇവര് ക്രിസ്തുവിനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരുടെ ആ ആഘോഷങ്ങൾ താന്നു പോകുമെന്ന് പറഞ്ഞ് അവരുള്ളിലേക്ക് ഭയമാണോ ജനിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ ദൈവങ്ങളെ, ഞാൻ ഒന്നിനും ഉത്തരം തരാൻ പറയുന്ന ആളല്ല പറഞ്ഞത്, മറിച്ച് നമ്മൾ സഞ്ചരിക്കുന്ന വഴി അത് എത്രമാത്രം ശരിയോ അല്ലയോ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ന് വേദനയുണ്ട് നമുക്ക്, പ്രത്യേകമായി ക്രിസ്മസിന്റെ പേരിലും പല സ്ഥലങ്ങളൊക്കെ എന്നല്ലെങ്കിൽ പല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൊക്കെ ക്രൈസ്തവന്മേലെ ഇന്ന് പല വിഭാഗങ്ങളും എന്താ പറയുക തീവ്ര മൈൻഡുള്ള നല്ലവർ, ഞാൻ ഒരിക്കലും പറയില്ല, നല്ല മതസ്ഥരെ, അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും നല്ല ഹൃദയമുള്ളവർ അവരെ ആക്രമിക്കില്ല, ഒരിക്കലും അവരെ ആക്രമിക്കില്ല, മറിച്ച് ഒരു തീവ്ര നിലപാട് എന്നൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുവോ അപ്പൊ അന്യന്റെ എല്ലാ മേഖലകളും തകർക്കാൻ അവർ നെടുക്കം കൂട്ടും. അല്ലാണ്ട് രാജ്യം ഇത് ഹിന്ദു രാജ്യമാണ്, ഇന്ത്യ മഹാരാജ്യമാണ്, അവർ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നും നോക്കില്ല. അപ്പോൾ നമ്മൾ കൊച്ചി കേരളത്തിലെ ഒരു ആൾക്കൂട്ട ഒരു കൊലപാതകം നടന്നു വന്നത്, ആ പാവപ്പെട്ട മകൻ ഇവിടെ കേരളത്തിൽ ജോലി അന്വേഷിച്ച് വന്നതാണ്. അത് ആര് കൊന്നു എന്തു കൊന്നു എന്നല്ല പറയുന്നത്, മറിച്ച് എന്തൊക്കെ ചെയ്തു കൂട്ടാൻ വേണ്ടി നമ്മൾ ഇന്ന് ഓട്ടം ഓടുമ്പോൾ ഇന്ന് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥമായി പിറക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും ഒരു ക്രിസ്റ്റോഫറായി മാറുന്നുണ്ടോ? എൻ്റെ ദൈവങ്ങളെ, ഈ ഒരു അനുഭവത്തിലൂടെ നമ്മൾ ഈ ക്രിസ്മസും ന്യൂ ഇയറിലേക്കൊക്കെ നമ്മൾ ചുവട് വയ്ക്കാം, നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങാം, ആരെയും പഴിചാരാതെ യഥാർത്ഥ ക്രിസ്തു അനുഭവത്തില് ഞാനും നിങ്ങളും മുന്നേറട്ടെ. ആമേൻ.